കൂത്താട്ടുകുളത്തെ സംഘർഷം, CPM കോൺഗ്രസ് സംഘർഷം, ആ സംഘർഷത്തിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി നേതാക്കൾ കോടതിയെ സമീപിച്ചു എന്നൊരു വിവരം കൂടി ഉണ്ടല്ലോ പിന്നിൽ. രതീഷ്, UDF നേതാക്കളും CPM നേതാക്കളും ഇപ്പോൾ എറണാകുളം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയെത്തിയിരിക്കുകയാണ്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് ഏരിയ സെക്രട്ടറി PB രതീഷ് അടക്കമുള്ള 5 നേതാക്കൾ സെഷൻസ് കോടതിയിൽ എത്തിയിരിക്കുന്നത് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ്. ഇവർ 5 പേരാണ് ആദ്യ പ്രതികൾ. അവർ സെഷൻസ് കോടതിയിൽ എത്തിയിരിക്കുന്നു. ഈ പരാതി തന്നെ വ്യാജമാണ് എന്നതാണ് അവർ ആ ജാമ്യ ഹർജിയിൽ വാദിക്കുന്നത്. അതായത് കലാരാജുവിനെ നഗരസഭയ്ക്ക് മുന്നിൽ നിന്ന് CPM ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നതാണ് അവരുടെ വാദം. അവിടെ നിന്ന് വൈകിട്ട് 4:30 മണിക്ക് സ്വന്തം വീട്ടിലേക്ക് പോയ കലാരാജു അതിനെല്ലാം ശേഷം UDF-ന്റെ സമ്മർദ്ദത്തിലാണ് ഈ പരാതിയൊക്കെ നൽകുന്നത് എന്നതാണ് CPM ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു പരാതി എന്നത് നഗരസഭാ ചെയർപേഴ്സൺ CPM നേതാവ് വിജയ ശിവൻ അടക്കമുള്ളവരെ, വനിതാ കൗൺസിലർമാരെ ആക്രമിച്ചു എന്നതിന്റെ പേരിൽ UDF നേതാക്കൾക്കെതിരെ മറ്റൊരു കേസ്, ജാമ്യമില്ലാ കേസ് ചുമത്തിയിട്ടുണ്ട്. അതിലാണ് പ്രധാനപ്പെട്ട 5 UDF നേതാക്കളും ജാമ്യ ഹർജിയുമായി എറണാകുളം സെഷൻസ് കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഈ ജാമ്യ ഹർജികളെല്ലാം തന്നെ ഇന്ന് സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്.